അപ്പൊ നമുക്കിന്ന് പാവയ്ക്ക വെച്ചൊരു അച്ചാർ ഉണ്ടാക്കാം. പയോ വട്ടത്തിൽ അരിഞ്ഞു വെച്ച പാവയ്ക്ക നമുക്ക് ഇനി നീളത്തിൽ അരിഞ്ഞൊരുക്കാവേ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പൊതുവേ നമ്മുടെ അച്ചാറിനൊക്കെ എടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഒക്കെയാണ്. പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക നമുക്ക് സൈഡിൽ കൊണ്ടു ചേർക്കാം. ഇനി നമുക്കൊരു പാൻ കത്തിച്ച് അതിലോട്ട് ചീനിച്ചട്ടി അങ്ങ് വെക്കാം. ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാവേ. നമുക്ക് പാവയ്ക്ക ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനൊരു ബ്രൗണിഷ് കളർ ആകുന്നവരെ നിർത്താതെ വഴറ്റിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നോണ്ടല്ലേ പറയുന്നത്. ഈ പാവയ്ക്ക വെച്ച് അച്ചാർ ഉണ്ടാക്കാവുന്ന കാര്യമൊന്നും എനിക്കത്ര വലിയ അറിവൊന്നുമില്ലായിരുന്നു. കാരണം പാവയ്ക്ക പൊതുവെ ഒരു കയ്പുള്ള ഐറ്റമല്ലോ. പിന്നെ ഇത് അമ്മു ചേച്ചിയുടെ ഒരു ഇഷ്ടത്താൽ ഉണ്ടാക്കുന്ന ഉള്ളൂ. ഇവിടെ എന്ത് അച്ചാർ ഇട്ടാലും അതിവിടെ ഏറ്റുപോകും. കാരണം ഇവിടെ വീട് നിറയെ അച്ചാർ ഫാൻസ് കൂടുതല. അപ്പോൾ ഈ മൂത്ത് വരുന്ന പാവയ്ക്കകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വേഗം ബ്രൗണിഷ് കളറാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത്, നമുക്കപ്പോൾ എല്ലാവർക്കും പാവയ്ക്ക അങ്ങനെയൊന്നും ഒരു വ്യത്യാസമേ ഇല്ല. നമുക്ക് എന്ത് അച്ചാറാണേലും എന്തിൻ്റെ കൂടെയും പോരും. നമുക്ക് ആ അച്ചാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ജീവനാ. ഇമ്മ ആദ്യം ഉണ്ടാക്കിയ മാങ്ങാച്ചാറാണെങ്കിലും നല്ല, അതിങ്ങനെ ക്യാരറ്റ് ആണേലും മാങ്ങയാണേലും എന്തിട്ടാലും എന്തോ തിന്നാൻ ഭയങ്കര കൊതിയാണ്. ഇവിടെ കുപ്പി കാലിയാകുന്ന സമയമേ അറിയത്തില്ല. അപ്പോൾ നമ്മളത് വഴണ്ട് വന്ന ബ്രൗണിഷ് കളറായി. അതിനി നമുക്കെടുത്ത് മാറ്റി വെക്കാം. ഇനി നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാവേ. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്നും കൂടി അങ്ങ് വഴറ്റിയെടുക്കാം. അമ്മയ്ക്ക് പകരം വോയിസ് ഓവർ കൊടുക്കുന്നതിൽ എനിക്ക് കുറച്ച് തപ്പലും മിക്കലും ഒക്കെ കാണും. നല്ല ക്ഷമിക്കുക. എന്നാലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഈ അച്ചാർ റെസിപ്പി കണ്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ അറിവ് ഞാൻ പറഞ്ഞുതരാം. അമ്മ ഉണ്ടാക്കുന്ന മിക്ക കറികൾക്കും ഒരു പ്രത്യേക സ്വാദുണ്ട്. അതെല്ലാവർക്കും മനസ്സിലാവും. ഒരു പക്ഷേ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്നവരും ഗൾഫിലൊക്കെ ഉള്ളവർ ഈ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ അവർക്ക് വായിൽ കൊതി ഊറുമായിരിക്കും. എന്നാലും ഞങ്ങളെ കൊതിവിട്ട് നശിപ്പിക്കരുത്. അപ്പോൾ നമുക്ക് ഇത് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അമ്മ രാത്രി പോയി കറിവേപ്പില പറിച്ചിട്ട് വന്നാണ്. ഇവിടെ അനിയനോട് പറഞ്ഞ് അവൻ പോയില്ല. നമുക്ക് 2 കറിവേപ്പില മരം ഉണ്ടേ. ഒന്ന് മണ്ടയിലൊന്നും താഴത്തെ ചെറുതാ, മണ്ടയിലുണ്ട് ഒരുമാതിരി വലുത്. പക്ഷെ രാത്രിക്ക് പോകാൻ എല്ലാവർക്കും മടിയാന്നേ. പിന്നെ അമ്മയായിട്ട് ഈ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് അമ്മ തന്നെ അങ്ങ് നടത്തിയെടുത്തു. പിന്നെ ഇതെല്ലാം ഇട്ട് നല്ലതായിട്ട് മൂപ്പിക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. ഈ സമയത്തുണ്ടല്ലോ നമുക്ക് ആ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കൊരു പ്രത്യേകതരം സ്മെല്ലടിക്കും. അത് ഈ അച്ചാർ ലവേഴ്സിന് പ്രത്യേകം മനസ്സിലാക്കി. ഈ സ്മെല്ലടിക്കുമ്പം ചൂടോടെ ഇച്ചിരി ചോറും ഈ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ആ അച്ചാറും കൂടി ഇട്ട് ഒന്ന് കുഴച്ചടിച്ച് പിടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ട് മോനെ. ഒരു പ്രത്യേക സുഖം. ഇപ്പം തന്നെ വായില്ലാതെ വെള്ളം ഇങ്ങനെ ഊറിക്കൊണ്ടിരിക്കുക. പിന്നെ വിനാഗിരി ഒഴിക്കുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും അച്ചാറിൻ്റെ മെയിൻ ഘടകമേ ഇപ്പം വിനാഗിരിയാണ്. വിനാഗിരി ഇല്ലാത്ത അച്ചാർ ഞാൻ കൂട്ടിയിട്ടില്ല. ഇനി ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഈ അച്ചാർ ഇവിടെ അധികം നീണ്ടു പോകുകയല്ല. നിമിഷ നേരത്തിനുള്ളിൽ കുപ്പി കാലിയാകും. ഇവിടെ എത്ര കുപ്പി ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. അപ്പം പറയാൻ വിട്ടുപോയി, ഈ കടുകും ഉലുവയും കൂടി വറുത്തിട്ട് ചേർക്കും. ഇതാന്ന് തോന്നുന്നു അമ്മ ഉണ്ടാക്കുന്നതിനകത്തൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ. ഇവിടെ എൻ്റെ കസിൻ ചേച്ചിക്കൊന്നും കടുകിൻ്റെ ടേസ്റ്റ് ഒന്നും അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇത് പൊടിച്ച് ചേർക്കുന്നതുകൊണ്ട് ഇതെടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. അല്ലേ അവൾക്ക് അറിയാത്തന്നൊക്കെ കടുക് എടുത്ത് മാറ്റുമായിരുന്നു. ഇതിങ്ങനെ പൊടിച്ചിടുന്നതുകൊണ്ട് പൊന്നുമോൾക്ക് എടുത്ത് മാറ്റാൻ പറ്റാറേ ഇല്ല. അങ്ങനെ കടുക് തിന്നാറുണ്ട്. ഇപ്പോഴാണ് ആ കറക്റ്റ് ആ സ്മെല്ല് വരുന്നത്. അമ്മ ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, എനിക്കുള്ള ഊഴ ഇപ്പം വരുമായിരിക്കും, ഇപ്പം തരുമായിരിക്കും. നമ്മൾ ഈ ക്യാമറയുടെ പിറകെ നിൽക്കുന്നവർക്ക് ആദ്യം ഒന്നും കിട്ടുകയില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് അമ്മുച്ചേച്ചിക്ക് കൊടുക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് അടുത്തത് എനിക്ക് തരുമായിരിക്കും. പക്ഷെ ഞാൻ തന്നെ പോയി കൈയിട്ടെടുക്കേണ്ട ഒന്നും അതിൻ്റെ സീക്വൻസ് ഒന്നും ഇതിനകത്തില്ല. പിന്നെ ആ കാണുന്ന ജാറ് നേരത്തെ മാങ്ങാച്ചാർ ഇട്ട് വെച്ചിരുന്ന ജാറ് മിക്കവരും കണ്ടു കാണുമായിരിക്കും. അപ്പം ഇതിനി ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് ആ ജാറിലോട്ട് ഇട്ട് വെക്കണം. ഈ അച്ചാർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ, പിന്നെ കാണാം.